മരണം എന്നൊരു വാക്കിന് MT വാസുദേവൻ നായർ പരിചയപ്പെടുത്തുന്നുണ്ട്. രംഗബോധമില്ലാതെ കടന്നു വരുന്നവനെന്നാണ്. ഏതവസരമാണെന്ന് ഒരിക്കലും നോക്കാതെ ഏതൊരു വീട്ടിലേക്കും കടന്നു വരാം. അങ്ങനത്തൊരു വ്യക്തിത്വം, അങ്ങനത്തൊരു സാധനമാണ് മരണമെന്ന്. പലപ്പോഴും ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കാറുമുള്ളതും അങ്ങനെ തന്നെയാണ്. പടച്ചറബ്ബേ, ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ, ഇന്ന് പള്ളിക്കാട്ടിലാണ്, മണ്ണറക്കൂട്ടിലാണല്ലോ അവൻ്റെ കിടപ്പ് എന്നെല്ലാം നമ്മൾ ആലോചിക്കാറുണ്ട്. അങ്ങനെ പലരും മരിച്ചു പോറും, പലരും ജീവിക്കും, ഇങ്ങനെ കാലങ്ങൾ പോകും. പക്ഷേ മരണത്തിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. മരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെപ്പോലത്തെ ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതല്ല. പക്ഷേ നമ്മുടെ എല്ലാം നാടുകൾ ഇന്ന് കാണുന്ന ഒരു ദുഃഖമെന്ന് വെച്ചാൽ, ഒരു പ്രയാസമെന്ന് വെച്ചാൽ, ഒരു യുവാവാണ്, അവൻ്റെ ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു ആദത്ത്, നാട്ടിൻ്റെ ഒരു പൊതുധാരണ, യുവാവാണല്ലോ അവനിങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിച്ചാൽ മതിയോ, ഒരു ഭാര്യ വേണമെന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ആ യുവാവിൻ്റെ സ്ഥാനത്ത് 40-45 വയസ്സ് പിന്നിട്ടൊരു വ്യക്തിയാണെങ്കിൽ, പിന്നെ അവൻ്റെ ഭാര്യ മരിച്ചാൽ ചിലപ്പോൾ 2-3 കുട്ടികളുണ്ടാകും, കല്യാണത്തിനോട് അടുത്ത കുട്ടികളുണ്ടാകും, കല്യാണം കഴിഞ്ഞ ആളുകളുണ്ടാകും. അങ്ങനത്തെ ഒരു പ്രായമുള്ള ഒരാളാണ്, ആ ഒരു വ്യക്തിയുടെ ഭാര്യയാണ് മരിച്ചതെങ്കിൽ പിന്നെ ആ വ്യക്തിക്ക് വിവാഹത്തിനെ പറ്റി ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ ഒരു പൊതുധാരണയാണത്. വാപ്പാടെ കല്യാണം, വാപ്പ ഇനി പെണ്ണ് കെട്ടുക എന്ന് പറഞ്ഞത് ഒരു പാടില്ലാത്ത എന്തൊരു മോശപ്പെട്ട ഒരു അവസ്ഥ. ആ ഒരു രൂപം നമ്മുടെ എല്ലാം മനസ്സിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു വ്യക്തിയുടെ ഭാര്യ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണം കഴിക്കുന്നത്. അപ്പം എന്നോട് പറയും, ഉസ്താദ് 7 വർഷം കഴിഞ്ഞിട്ടാണ്, എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, പക്ഷെ മക്കൾ പറഞ്ഞിട്ടുണ്ട് കെട്ടിപ്പിച്ചതാണെന്ന്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരുത്തൻ പറയാം, ഉസ്താദെ സംഭവം അതല്ല, ഭാര്യ മരിച്ചു, മൂപ്പർക്ക് വേറെ പെണ്ണ് കെട്ടണമെന്നുണ്ട്, പക്ഷേ കുട്ടികൾ സമ്മതിക്കുന്നില്ല. അവസാനം കല്യാണം കഴിക്കുന്നത് വേറൊരുത്തൻ്റെ കൂടെ 10-15 വർഷം ജീവിച്ച ഒരു സഹോദരി. ആ സഹോദരി കുട്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രം വാപ്പാക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്ന അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനെയാണ് നമ്മൾ ഭയക്കുന്നത്? എന്താ വാപ്പാക്ക്, എന്തുകൊണ്ടാണ് നമ്മളെല്ലാം അതിൽ നിന്നൊരു ഉൾവലിയുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് വരുന്നത്? ഉപ്പയെങ്ങാനും ഇനി അടുത്ത കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടായി കഴിഞ്ഞാൽ ആ മക്കൾക്കും സ്വത്ത് കൊടുക്കണ്ടേ എന്നുള്ള ആ ഒരു ഉൾഭയമാണോ നമുക്ക്? ആ ഒരു പേടിയാണോ? എന്താണ് നമ്മൾ ഭയക്കുന്നത്? ഈ ഒരു സ്ഥാനത്ത്, ഈ ഉമ്മ മരിച്ച സ്ഥാനത്ത് ബാപ്പയാണ് മരിക്കുന്നതെങ്കിൽ, ഒരു ഭർത്താവാണ് മരിക്കുന്നതെങ്കിൽ, ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവർ കല്യാണത്തിന് അംഗീകരിക്കാറില്ല, അതിന് കൂട്ടാക്കാറില്ല. ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഏത് ചെറിയ പ്രായത്തിലുള്ള പെണ്ണാണെങ്കിലും, ഏത് ചെറിയ പ്രായത്തിലുള്ളതായ ഒരു സഹോദരിയാണെങ്കിലും സ്വന്തം മക്കളെ ആലോചിച്ചുകൊണ്ടോ അവരെ എവിടെയെങ്കിലും ഒരു അധീനതയിലേക്ക് എത്തിക്കണ്ടേന്ന് കരുതിയിട്ട്, അവർക്കൊരു നല്ലൊരു ഭാവി വേണ്ടെന്ന് കരുതിയിട്ട് അധിക സഹോദരിമാരും എന്താക്കാറില്ല, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരുത്തനെ മംഗല്യം ചാർത്തുവാൻ വേണ്ടിയിട്ട്, മറ്റൊരുത്തനെ നിക്കാഹ് കഴിക്കുവാൻ വേണ്ടിയിട്ട് പലപ്പോഴും തയ്യാറാകാറില്ല. ഒരിക്കലും അതിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കാനും പാടില്ല. മക്കള് ഇനി അഥവാ ഈ മക്കളെ കരുതിയിട്ട് നമ്മളിങ്ങനെ, ഈ സഹോദരി ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെച്ചു, നേർച്ചക്കോഴി പോലെ തന്നെ ജീവിതം ഇങ്ങനെ ഒഴിഞ്ഞു വെച്ചു. ഈ മക്കള് വലുതായി വരുമ്പോ ഏത് മക്കളാ ഇപ്പോൾ ഉമ്മാരെയും ബാപ്പാരെയൊക്കെ നോക്കി നടക്കുന്നത്? എത്രത്തോളം നോക്കാറുണ്ട്? കഷ്ടപ്പെട്ട് ആരാൻ്റെ അടുക്കളയിൽ ചെന്നിട്ട് പാത്രം കഴുകി വളർത്തി വലുതാക്കിയ മക്കള് ഒന്നിനാത്രമാകുമ്പോൾ അങ്ങ് പറന്നു പോകുന്ന അവസ്ഥ എത്ര സ്ഥലത്താണ് നമ്മൾ കാണുന്നത്. ഏതായാലും നമ്മുടെ സഹോദരിമാർക്ക് ആ ഒരു വിധവത്വം പേരേണ്ട അവസ്ഥയ്ക്ക് വേണ്ടി നമ്മളൊരു കാരണവശാലും പിന്തുണ കൊടുക്കാൻ പാടില്ല. കഴിയുന്നിടത്തോളം അവരെ കെട്ടിക്ക് തന്നെയാണ് വേണ്ടത്. അവരും അതിന് വേണ്ടി സന്നദ്ധയാവുക തന്നെയാണ് വേണ്ടത്. നമ്മൾ വളർന്നില്ലേ, ഇതുപോലെ തന്നെ നമ്മുടെ മക്കൾ അന്തസ്സായിട്ട് തന്നെ വളരും. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് തന്നെ തവക്കൽതു അലല്ലാഹ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റുന്ന കോലത്തിൽ, പോറ്റാൻ വളർത്താൻ പറ്റുന്ന രൂപത്തിൽ അവളെ വളർത്തിയെടുക്കണം. മക്കളെ ഇട്ടേച്ച് പോകാനല്ല പറയുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ വളർത്തിയെടുക്കണം. ഒരു സ്ത്രീയാണെങ്കിൽ പൊതുവെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരുത്തനെ മംഗല്യം കഴിക്കാൻ വേണ്ടിയിട്ട് പൊതുവെ സ്ത്രീകൾ കൂട്ടാക്കാറില്ല. പക്ഷേ ആണുങ്ങൾ ഏത് സമയത്തും കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കാറുള്ളത്. പക്ഷേ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ വലിയ മക്കളുണ്ടെങ്കിൽ ഒരിക്കലും വാപ്പായോട്
ഉമ്മ മരിച്ചില്ലേ, ഇനി ഒരു കല്യാണം കഴിച്ചുകൂടെന്ന് ഒരിക്കലും ചോദിക്കാറില്ല. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ സത്യം അതാണ്, പേടിയാണ് നമുക്ക്, എന്ത് നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഉള്ള സ്ഥലം കൂടി തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടി കഷ്ണം വെട്ടിമുറിക്കുമ്പോൾ ഇനിയും വെട്ടിമുറിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി പലരും ഉണ്ട്. ഉമ്മ മരിച്ചിട്ട് ഉപ്പാക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ കയറി വരുന്ന പെണ്ണിനോട് ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര തരുള്ളിട്ടോ, ഒരു ഭാര്യക്ക് കിട്ടുന്ന അവകാശം തരൂല എന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചു കൊടുത്ത ആളുകളുണ്ട്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉമ്മാക്ക് ബാപ്പയുടെ ഭാര്യക്ക് കൊടുക്കുന്ന അവകാശം തരൂല, ഇത്ര സ്ഥലം തരുള്ളൂ, ഇത്ര ക്യാഷ് തരുള്ളൂ എന്നും പറഞ്ഞിട്ട് അതും പറഞ്ഞ് നിബന്ധന വച്ചിട്ട് ആ സഹോദരിക്ക് ആ ഭാര്യക്ക് കൊടുക്കേണ്ട അവകാശം തടഞ്ഞു വെച്ചുകൊണ്ട് മക്കൾ കെട്ടിച്ചു കൊടുക്കുക വാപ്പാക്ക്. അങ്ങനത്തെ കുടുംബകാര്യങ്ങൾ എനിക്കറിയാം. അതുപോലെ തന്നെ ഈ ഉപ്പ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് മക്കളും മരുമക്കളും കൂടിയിട്ട് നിർബന്ധിച്ചുകൊണ്ട് വാപ്പ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളുണ്ട്, നാളെ നമ്മളും നമ്മുടെ മക്കളോ നമ്മളെ ഭാര്യമാരോ നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഒരു പെണ്ണ് തന്നെ വേണം, സ്വയം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് മക്കളും മരുമക്കളും കൂടിയിട്ട് നിർബന്ധിച്ച് വാപ്പാക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുത്ത സംഭവമുണ്ട്. പെണ്ണ് കെട്ടിച്ചു കൊടുക്കുക മാത്രമല്ല, വാപ്പ മരിച്ചപ്പോ ഭാര്യയുടെ അവകാശം കൊടുത്തതിന്റെ മേലെ 15 ലക്ഷം കൂടി വീണ്ടും കൊടുത്തു. ഉമ്മാക്കെങ്ങാനും അസുഖം വന്നു കഴിഞ്ഞാൽ അതിനേക്ക് ചികിത്സിക്കണം എന്നുള്ളതിലേക്ക് ഒരു ഭാര്യക്ക് രണ്ടാം ഭാര്യ എന്നെ സംബന്ധിച്ചിടത്തോളം വാപ്പാന്റെ രണ്ടാമത്തെ ഭാര്യ വാപ്പട്ടി എളാമ എന്ന് പറയും. ആ എളാമക്ക് കൊടുക്കേണ്ട ഓഹരി കൊടുത്തിട്ട് പിന്നെ അതിന്റെ മേലെ ഇനി എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 ലക്ഷം കൂടി കൊടുത്ത അങ്ങനത്തെ സംഭവമുണ്ട്. ഏതായാലും പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ വാപ്പ ഏകാന്ത ജീവിതം നയിക്കേണ്ട ആളല്ല. അവനൊരു പക്ഷിക്കൂട്ടിലിട്ട പക്ഷിയെ പോലെ ഏകാന്ത ജീവിതം നയിക്കേണ്ട ആളല്ല. ഇസ്ലാം പറയുന്നത് മക്കളുടെ മേലിൽ ഉപ്പാക്കടുത്ത കല്യാണം കഴിച്ചു കൊടുക്കൽ ആവശ്യമുള്ള വ്യക്തിയാണെങ്കിൽ, അദ്ദേഹത്തിന് കല്യാണത്തിലേക്ക് ആവശ്യമുണ്ട് എങ്കിൽ അടുത്ത കല്യാണം കഴിച്ചു കൊടുക്കൽ മക്കളുടെ മേലും നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം നിർത്തുന്നില്ല. ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് ഇസ്ലാം പറയുന്നത്, ആ പിതാവിനിക്കെങ്ങാനും അധ്വാനിച്ചു കൊണ്ടിട്ടോ ആ പോറ്റാനുള്ള ഭക്ഷണം കൊടുക്കാനുള്ള ജീവിതമാർഗം കൊടുക്കാനുള്ള കഴിവ് പിതാവിനിക്കില്ലെങ്കിൽ, അധ്വാനിക്കാനുള്ള കഴിവ് പിതാവിനിക്കില്ലെങ്കിൽ ആ വാപ്പയുടെ ഭാര്യയെ കൂടി നോക്കേണ്ടതോ ഈ മക്കളുടെ മേലും നിർബന്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? ത്വഹാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് പഠിപ്പിക്കുന്നുണ്ടോ? എത്രമാത്രം ഗൗരവപരമായിട്ട് നമ്മൾ ഈ വിഷയത്തിന് കാണേണ്ടത്. പല ആളുകളും ഉണ്ട് പള്ളിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും. കാരണം വീട്ടിൽ പോയിട്ട് ആരുമില്ല, ഒരു കാര്യം പറയാൻ ഒരാരുമില്ല. പല ആൾക്കാരും കരുതിയിട്ടു ഉമ്മ മരിച്ചാൽ പിന്നെ വാപ്പാന്റെ തുണിങ്കുപ്പായി അലക്കലല്ലേ, അത് എൻ്റെ കെട്ടിയോളം അലക്കിക്കോളും. ആര്? മക്കൾ കരുതുന്നത് അത് എൻ്റെ ഭാര്യ അങ്ങോട്ട് അലക്കിക്കോളും. ഭാര്യക്ക് അതല്ല ഉത്തരവാദിത്വം. ഉപ്പായുടെ വസ്ത്രം അലക്കാനുള്ളത് അല്ലെങ്കിൽ ഉപ്പായുടെ ചെലവിന് കൊടുക്കേണ്ടതോ ഉപ്പായുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതോ എൻ്റെ ഭാര്യക്കല്ല ഉത്തരവാദിത്വം, അത് എൻ്റെ മേലെ ഉത്തരവാദിത്വം. ഇന്നലെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കയറി വന്ന പെണ്ണ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമല്ലത്. മകനായ ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ മകളായ ഞാൻ ചെയ്യണം. മക്കളായ നമ്മളാ ചെയ്യേണ്ടത്, നമ്മുടെ ഭാര്യമാർക്കല്ല അതിൻ്റെ ഉത്തരവാദിത്വം. പലപ്പോഴും കൈയൊഴിയാറുണ്ട്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നമ്മളൊക്കെ ഏതെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വേഗം കൈയൊഴിയുന്ന ആൾക്കാർ. ഒരു വ്യക്തിയെ കണ്ടപ്പോൾ, ഒരു വ്യക്തി അങ്ങനെ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയപ്പോൾ പറഞ്ഞത്, മക്കള് കുടുംബകാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞത്, ഉസ്താദെ അൽഹംദുലില്ലാ റാഹത്താണ്, 4 മക്കളുണ്ട്, 4ഉം വിദേശത്താ. ഒരുത്തൻ സ്വിറ്റ്സർലൻഡിലുണ്ട്, ഇറ്റലിയിലുണ്ട്, ഫ്രാൻസിലുണ്ട്, അങ്ങനെ 4ഉം വിദേശത്താണ്. അൽഹംദുലില്ലാ ജീവിതമൊക്കെ നല്ല റാഹത്താണ്. ഇയാളിങ്ങനെ ചിരിച്ചിട്ട് വലിയ സന്തോഷത്തിൽ പറയാം, എല്ലാം കൊണ്ട് റാഹത്താ. ഇതിങ്ങ പറഞ്ഞു പോയപ്പോൾ മറ്റാൾ പറയാം, ഉസ്താദെ മൂപ്പർ ആ ചിരി നോക്കണ്ടട്ടോ, ആ ചിരിയിലൊന്നും കാര്യമില്ല, അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തീയാ കത്തുന്നേ, ആ പിതാവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തീയാ കത്തുന്നേ. അതെന്താ? ഇയാള് വലിയൊരു സ്കൂളിൻ്റെ അച്ഛമായിട്ട് റിട്ടയർഡ് ചെയ്ത ആളാ, നല്ല ശമ്പളം ഇപ്പോഴും വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം പഠിച്ച് ഉന്നത ജോലിയിലെത്തിയ ആളുകളാ, വിദേശത്താ ജോലി ചെയ്യുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ വിദേശത്ത് ഇങ്ങനെ ജോലി കിട്ടിയപ്പോൾ നാട്ടിലുള്ള എല്ലാവരും ഉപഹാരം കൊടുത്തിട്ട് ഇങ്ങനെ സ്വീകരിച്ചിരുന്നു. 4 മക്കളുണ്ടായിട്ട് 4 മക്കളെയും വളർത്തി വലുതാക്കി അങ്ങോട്ടാക്കി വിദേശത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരിങ്ങനെ ബൊക്ക കൊടുത്തിട്ട് ഹാരം അണിയിച്ചിട്ടൊക്കെ ഇങ്ങനെ സ്വീകരിച്ചിരുന്നു. വലിയ കൊമ്പത്തായിരുന്നു ഈ വാപ്പ. പക്ഷേ
ഇപ്പം അടുത്ത് കുളിറൂമ്പിലൊന്ന് വീണിട്ട് കയ്യൊക്കെ ഒന്ന് പൊട്ടി, ഓപ്പറേഷൻ കഴിഞ്ഞു, നടക്കാൻ വയ്യ, ഇരിക്കാൻ കഴിയുക, അങ്ങനെ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ 2-3 മക്കൾ പറഞ്ഞു, വാപ്പാ നമുക്കിപ്പോൾ ലീവില്ല കേട്ടോ, ലീവ് കിട്ടുമ്പം വരാൻ. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ലീവില്ല, ലീവ് കിട്ടുമ്പം വരാൻ. ഏത് മക്കളാ പറയുന്നേ? കൊച്ചിയിൽ കൂട്ടുകാരൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഉണ്ടായപ്പോൾ ഫ്രാൻസിൽ നിന്ന് രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോയ മകനാ പറയുന്നത്, വാപ്പൊരു മൂലയിലായപ്പോൾ ഇപ്പൊ ലീവ് കിട്ടുന്നില്ല, ഇപ്പോൾ ലീവ് കിട്ടുന്നില്ല. ഈ മാഷെപ്പറ്റി പറയുന്ന കൂട്ടുകാരൻ പറയാ, എൻ്റെ അടുത്ത കൂട്ടുകാരൻ അയാള് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞത്, എല്ലാ മക്കളെയും പഠിപ്പിച്ചിട്ട് വലിയ ഉദ്യോഗം ആക്കി കൊടുക്കരുത് കേട്ടോ, ഒരുത്തനെങ്കിലും ബാക്കി വെക്കണം, എന്നാ വയസ്സാം കാലത്ത് ഉപകരിക്കും. ഒരുത്തനെങ്കിലും വല്ലാതെ പഠിപ്പിച്ചിട്ടല്ലാതെ ഒന്ന് ബാക്കി വെച്ചാൽ വയസ്സാം കാലത്ത് ഉപകരിക്കുന്നു. വലിയ തത്വമാണ് ഈ മാഷ് പറഞ്ഞു കൊടുക്കുന്നത്. ഏതായാലും ഇതുപോലെയാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ, വാപ്പ മരിച്ചല്ലേ, ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ വേഗം വീട്ടിൽ നിന്ന് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം കൂടൊഴിയാൻ തുടങ്ങും. എനിക്കതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ വാപ്പ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഇരുത്തത്തിൽ ആ ഒറ്റത്തടിയായിട്ട് ഇരിക്കുന്ന അവസ്ഥ, ആ ഒരവസ്ഥയിൽ ഏകാന്തവാസം അനുഭവിക്കേണ്ട ആളുകളല്ല നമ്മുടെ പിതാക്കന്മാര്. അവർക്ക് പലതുമുണ്ടോ. നമ്മളൊക്കെ അപ്പൊ കരുതുന്നത് എന്താണെന്നറിയോ? ഇയാൾക്ക് ഇപ്പോഴും തരിപ്പ് മാറിയിട്ടില്ല. അങ്ങനെയൊക്കെ പല മക്കളും ചിന്തിക്കുന്നത്. ഒരു കല്യാണത്തിന്റെ ആവശ്യം വന്ന വയസ്സായിക്കണം, ഇപ്പോഴും പെണ്ണെട്ടണം എന്നുള്ള ചിന്തയിട്ടാണ് നടക്കുന്നത്. ചില മക്കളോട് തന്നെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവരൊറ്റ വാക്കാ പറയാ. ഉമ്മ മരിച്ചു കഴിഞ്ഞ് പിന്നെ വാപ്പ ഒറ്റത്തടിയായിട്ട് നടക്കുമ്പോൾ മക്കളോട് പറഞ്ഞ്, മക്കളെ ഉപ്പാക്കാരെങ്കിലൊക്കെ വേണ്ടടാ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിങ്ങളുടെ ഭാര്യമാരായാൽ എത്രയായാലും അതിനൊരു പരിധിയില്ലേ? മക്കളുടെ ഭാര്യമാർക്ക് എത്രയായാലും ഒരു പരിധിയില്ലേ? അപ്പോൾ വാപ്പാക്ക് ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ വേണ്ടടാ എന്ന് പറഞ്ഞാൽ മക്കൾ ഒരൊറ്റ വാക്ക് പറയും, ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ. വല്ലാത്തൊരു വാക്ക. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട, ഞങ്ങൾക്കറിയാം. എന്തറിയാന്നാ പറയുന്നത്? ഈ 4 മക്കളുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ മൂത്തവൻ നോക്കും, പിന്നെ വാപ്പനോട് വരും, വാപ്പ നിങ്ങളെ മോനല്ലേ മറ്റേത്, തൽക്കാലം ഒരാഴ്ച എനിക്കൊന്നിങ്ങനെ പോയി വരുന്നത് വരെ നിങ്ങൾ തൽക്കാലം അവിടെ പോയി ഒന്ന് പോയിന്നോളി. ചിലപ്പോൾ വാപ്പ അയാളെ തുണിക്കുപ്പായൊക്കെ എടുത്ത് അവിടെ പോയി നിൽക്കും. പക്ഷെ പോയി വന്നാലും മൂത്ത മകൻ തിരിച്ചു വന്നാലും പിന്നെ വിളിച്ചു വരുന്ന വിഷയമില്ല. പിന്നെ മോനെ എത്തിയില്ലടാ എന്ന് പറയുമ്പോൾ ഞാൻ എത്തി, ചിലപ്പോൾ നാളെ തന്നെ ഒന്നും കൂടി പോകാണ്ട് പറഞ്ഞിട്ട് അവിടെ ഇട്ടും വാപ്പാനെ. ഓരോരുത്തരിങ്ങനെ ഫുട്ബോൾ തട്ടും പോലെ പിതാവിനെ തട്ടാൻ തുടങ്ങും. ഇതാണ് ഇന്നത്തെ ജീവിതങ്ങൾ. ഏതായാലും ഒരൊറ്റ വാക്കാ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ ഉമ്മമാർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ദീർഘായുസ് കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനത്തെ അവസ്ഥകൾ പല നാട്ടിലും കാണാറുണ്ട്. ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപ്പാക്ക് ഒരുത്തിനോടും സംസാരിക്കാനോ ധർമ്മസങ്കടങ്ങൾ പറയാനോ ആരുമില്ലാത്ത അവസ്ഥ. മക്കൾ ഉപ്പായുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതായ അവസ്ഥ. അങ്ങനെയല്ല, ഉപ്പാക്ക് ആഗ്രഹങ്ങളുണ്ടോ, ഉപ്പാക്ക് ആവശ്യങ്ങളുണ്ടോ, മക്കൾ നിറവേറ്റി കൊടുക്കണം. മറ്റൊരു ഭാര്യയിലേക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ മക്കൾ നിറവേറ്റി കൊടുക്കണം. ആ ഉമ്മാക്ക് ചിലവിന് കൊടുക്കൽ വരെ ഉപ്പാക്ക് കഴിയില്ലെങ്കിൽ അത് മക്കളുടെ മേൽ ഇസ്ലാം നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.